നമ്മുടെ സമയം ചെലവാക്കാറുണ്ടോ? നമ്മുടെ താലന്ത് ചെലവാക്കാറുണ്ടോ? കർത്താവ് തന്നതായ ട്രഷേഴ്സ് ചെലവാക്കാറുണ്ടോ? നമ്മളെ തന്നെ ചെലവാക്കാറുണ്ടോ? ക്രിസ്തുവിലാണെങ്കിൽ ദാരിദ്ര്യം വരും, കഷ്ടത വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പരിഹാസങ്ങൾ വരും, നിന്ദകൾ വരും, അതെല്ലാം വരും. ജോണിയുടെ ലാസ്റ്റ് മൂമെന്റ് മരണത്തോട് മല്ലടിച്ച് കിടക്കുക. ഭാര്യയോട് സംസാരിച്ചപ്പോൾ അവസാനം ജോണി പറഞ്ഞ വാക്ക്, മേരി മേരി കീപ് ദ ലൈറ്റ് ബേണിംഗ്. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദഭാഗം. സമർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ഭൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് ചിരപരിചിതമായ വേദഭാഗങ്ങളിൽ ഒന്നാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായി 7 സഭകൾക്കുള്ള ദൂത് സംസാരിക്കുന്നത് ഒരുപക്ഷെ വിവിധ സഭകളെ നമ്മൾ ഇതിനോടകം ധ്യാനിച്ചതായിരിക്കാം. അതിൽ പട്ടികയിലെ 2-ാമത്തെ സഭയാണ് സ്മുർന്നയിലെ സഭ എന്ന് കാണാനായിട്ട് കഴിയും. സ്മുർന്നയിലെ സഭയ്ക്ക് വളരെ ശക്തമായ ഒരു ദൂത് അപ്പോസ്തലന് ദൈവം നൽകി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്മിർന പട്ടണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏഷ്യ മൈനറിൽ എഫസോസിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്നതായ ഒരു സമ്പൽ സമൃദ്ധമായ പട്ടണമാണ് സ്മിർന എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് അത് തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ പേര് ഇസ്മിർ എന്നാണ്. ഇസ്മിർ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്മിർ ആണ് പണ്ട് സ്മിർന എന്നറിയപ്പെട്ടിരുന്നത്. വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നതായ ഒരു സഭയായിരുന്നു സ്മിർന എന്ന് ഈ 4 വേദവാക്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു പീഡിത സഭയായിരുന്നു, അല്ലേ? കർത്താവിന് വേണ്ടി വളരെ പീഡനം സഹിച്ചതായ, കഷ്ടതയിലൂടെ പീഡനത്തിലൂടെ കടന്നുപോയതായ സഭയായിരുന്നു ഇത് എന്ന് കാണാനായിട്ട് സാധിക്കും. പീഡനത്തിലൂടെ കടന്നുപോയി എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിയതായ ഒരു സഭയായിരുന്നു സ്മിർനയിലെ സഭ എന്ന് കാണാനായിട്ട് സാധിക്കും. മറ്റ് സഭകളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പല കുറവുകളും നെഗറ്റീവ്സും അവരെക്കുറിച്ച് പറയുന്നത് കാണാനായിട്ട് കഴിയും. എന്നാൽ സ്മിർന സഭയെക്കുറിച്ച് കാര്യമായ നെഗറ്റീവ് ഒന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായ ചില ഗുണങ്ങൾ അവരെക്കുറിച്ച് പറയുന്നതും നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്തെല്ലാമാണ് അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്നതായ കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ പ്രവൃത്തി, അല്ലേ? പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു 10-ാം വാക്യത്തിൽ, 9-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രവൃത്തി വളരെ നല്ലതാകുന്നു എന്ന്, നിങ്ങൾ കഷ്ടത ഏൽക്കുന്ന സഭയാകുന്നു എന്ന് പറയുന്നുണ്ട്. വലിയ ദാരിദ്ര്യത്തിലൂടെ, ഭൗതിക സാഹചര്യത്തിൽ സ്മിർന സഭ വലിയ ദാരിദ്ര്യവും കഷ്ടതയും പീഡനവും സഹിച്ചതായ സഭയാകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ആകെ ഒരു നെഗറ്റീവാണ് ആ സഭയെക്കുറിച്ച് പറയുന്നത്. അത് ആ സഭയെക്കുറിച്ചല്ല പറയുന്നത്. ആ സഭയിലേക്ക് ആരാണ്? 10-ാം വാക്യത്തിൽ യഹൂദൻ മതാനുസാരികളായ ഒരു കൂട്ടം ആളുകൾ അവിടെ നുഴഞ്ഞു കയറി എന്ത് ചെയ്യാനായിട്ടിടയായി തീർന്നു? അവരെ ദൈവദൂഷണം പറയാനായിട്ട് ഇടയായി തീർന്നു, അല്ലേ? യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും 9-ാം വാക്യം, യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണം നീ അറിയുന്നു. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: യഹൂദർ എന്ന് പറയുന്നു എങ്കിലും, യഹൂദർ എന്ന് പറയുമ്പോൾ ദൈവജനം,
എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമുക്ക് കാണാം, വലിയ യഹൂദ സമൂഹം നിലനിൽക്കുന്നതായ ഒരു സ്ഥലമല്ല ഏത്, ഈ തുർക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതായ ഇസ്മിർ, തുർക്കി, ഇതൊന്നും യഹൂദന്മാർ വലിയ തിങ്ങി പാർക്കുന്നതായ സ്ഥലമല്ല. പിന്നെ അവിടെ യഹൂദർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഹൂദർ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെ വിശേഷിപ്പിക്കുമ്പോഴും അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവജനം എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവജനത്തിന് യഹൂദർ എന്നുള്ള ഒരൊറ്റ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യഹൂദർ എന്ന്, ദൈവജനം എന്ന് എന്ത് പറയുന്നുണ്ട്? പേര് പറയുന്നു എങ്കിലും അല്ലേ, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും നീ അറിയുന്നു. ദൈവജനം എന്ന് പറയുന്നതായ ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരെ ദൂഷണം പറയുകയും ഒക്കെ ചെയ്യുന്നതായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് സ്മുർന സഭയോട് പറയാനായിട്ടിടയായി തീർന്നത്. അതിനകത്ത് എന്താണ് സന്ദേശം കാണാനായിട്ട് സാധിക്കുന്നത്? നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, അല്ലേ? നീ സഹിപ്പാനുള്ള. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം തൻ്റെ വചനത്തിലൂടെ ശക്തമായ സന്ദേശം നൽകി കൊടുക്കാനായിട്ടിടയായിത്തീരുന്നത് ഡു നോട്ട് അഫ്രൈഡ്, അല്ലെങ്കിൽ നീ പേടിക്കണ്ട എന്നുള്ള സന്ദേശം ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ നമുക്ക് അവിടെ എല്ലാം ഈ ഒരു സന്ദേശം വളരെ ശക്തമായി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നീ പേടിക്കണ്ട, നിനക്ക് എന്തു വരും? 10 ദിവസം എന്തു വരാനായിട്ടിടയായിത്തീരും? നിനക്ക് ക്ലേശങ്ങളിലൂടെ ഉപദ്രവമുണ്ടാകും. അവിടെ 10 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 24 മണിക്കൂർ അടങ്ങുന്ന 10 ദിവസത്തെക്കുറിച്ചല്ല. പിന്നെയോ അതിൻ്റെ ചരിത്രത്തിൽ 246 വർഷങ്ങൾ ഈ സഭ പീഡനത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ഇവിടെ അക്ഷരികമായി 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ ജനുവരി 1 മുതൽ 10 വരെയുള്ള ആ ഡേറ്റ് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ചരിത്രത്തിൽ പറയാനായിട്ടിടയായിത്തീരുന്ന ഒരു ദീർഘ വർഷങ്ങൾ ഈ സഭ ഉപദ്രവത്തിലൂടെ, കഠിനമായ പീഡനങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ, നിന്ദകളിലൂടെ കടന്നുപോയി എന്നാണ് സ്മുർന സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം AD 64 മുതൽ 310 വരെയുള്ള കാലഘട്ടം. AD 64 മുതൽ 310 വരെയുള്ള ഈ കാലഘട്ടത്തെയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്തു വിശേഷിപ്പിച്ചിരിക്കുന്നത്? 10 ദിവസം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ദിവസങ്ങളെല്ലാം വ്യത്യസ്തമാണ്, അല്ലേ? ഒരു ദിവസം 1000 ദിവസം പോലെയും ഒരു സംവത്സരം നിങ്ങൾക്ക് ആർക്കും ബാക്കി അറിയത്തില്ലയോ? അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ദീർഘ ദിവസങ്ങളുടെ കാലയളവ് ഈ സഭ എന്തിലൂടെ കടന്നു പോകാനായിട്ടിടയായി തീർന്നു? ഉപദ്രവത്തിലൂടെ കടന്നുപോയി. അവിടെ ദൈവത്തിൻ്റെ സന്ദേശം അവരോട് പറയുകയാണ്, നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട, നിനക്ക് പരീക്ഷ നേരിടേണ്ടതായിട്ട് വരും. നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാനായിട്ട് പോകുന്നു. ഇത് അക്ഷരികമായി തന്നെ അവിടെ സംഭവിക്കാനായിട്ടിടയായി തീർന്നു, അല്ലേ? നീറോ ചക്രവർത്തിയുടെ കാലത്ത് വലിയ കൊടിയ പീഡനത്തിലൂടെ ഈ സ്മുർന സഭ കടന്നുപോയി. നമ്മളെല്ലാം ഏറ്റവും അധികം കേട്ടിട്ടുള്ളതായ ഒരു വിശ്വാസ വീരനാണ് ബിഷപ്പ് പോളികാർപ്പ്, അല്ലേ? ബിഷപ്പ് പോളികാർപ്പ് ഈ സ്മുർനയിലെ ബിഷപ്പായിരുന്നു. ബിഷപ്പ് പോളികാർപ്പിനെ അന്ന് നീറോ പിടിച്ച ഒരു തൂണിൽ ബന്ധിച്ച് എണ്ണയൊഴിച്ച് അഗ്നിക്കിരയാക്കി, അല്ലേ? അഗ്നിക്കിരയാക്കുന്നതിന് മുമ്പ് ബിഷപ്പ് പോളികാർപ്പിനോട് നീറോ ചക്രവർത്തിയുടെ പട്ടാളക്കാർ പറഞ്ഞു, നീ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. എന്നാൽ വയോധികനായ ബിഷപ്പ് പോളികാർപ്പ് പറഞ്ഞു, കഴിഞ്ഞ ദീർഘ വർഷങ്ങൾ 84 വർഷം എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന പോളികാർപ്പ് ഉണ്ടായിരുന്നതായ, ബിഷപ്പ് പോളികാർപ്പ് നയിച്ചിരുന്നതായ സഭയാണ് ഈ സ്മുർന സഭ എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം വലിയ ശക്തമായ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനായ യോഹന്നാനിലൂടെ ഈ സഭയ്ക്ക് നൽകാനായിട്ട് ഇടയായി തീർന്നു. നീ പേടിക്കരുത്. ഒന്നാമത്തെ വചനം ഓർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത് ഭയപ്പെടേണ്ട. 2, പരീക്ഷകൾ കടന്നു വരുവാനായിട്ടിടയായിത്തീരും. മരണം, ഉപദ്രവം നേരിടേണ്ടതായിട്ട് വരും. ഇതിൻ്റെയൊക്കെ മധ്യേ നീ ആരായി തീരണമെന്നാണ് 10-ാം വാക്യത്തിൻ്റെ അവസാനം ഓർപ്പിക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയും.
അപ്പോൾ എന്നോടും നിങ്ങളോടും ദൈവസഭയോട് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഓർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ചില കുറഞ്ഞ നാളുകളല്ല. എന്ന് നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങിയോ, അന്ന് ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. അന്ന് മുതൽ മരണം വരെയും നിലനിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കേണ്ടുന്നതല്ല, അല്ലെങ്കിൽ അവസാനിക്കുന്നതല്ല. ദീർഘവർഷങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഓർപ്പിക്കുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അപ്പൊ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്നുവരെ വിശ്വസ്തരാകാനാണ്? മരണപര്യന്തം വിശ്വസ്തരാകാൻ, അല്ലേ? വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതായ ഒന്നാണ്. അത് മരണപര്യന്തം ഉണ്ടായിരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കും? 11-ാം വാക്യത്തിന്റെ അവസാനം, എന്നാൽ 2-ാം മരണത്താൽ ദോഷം വരികയില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവർക്കാണ് 2-ാം മരണത്തെ അതിജീവിച്ച് നിത്യരാജ്യത്തിന് ഉടമകളായി തീരാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ 9-ാം വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായ കാര്യം നമ്മൾ ആ 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും. നിങ്ങൾ കഷ്ടതയില്ല, ഭൗതികമായി നോക്കിയാൽ വലിയ കഷ്ടതയിലാണ്, ദാരിദ്ര്യത്തിലാണ്, അല്ലേ? സമ്പത്തില്ല, മറ്റുള്ളവരെ നിങ്ങളെ ഉപദ്രവിപ്പാനായിട്ടിടയായിത്തീരുന്നു, സാമ്പത്തികം കുറവാണ്, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവരെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി പറയുന്നതായ ഒരു പോസിറ്റീവ് കാര്യം എന്താണ്? നീ ധനവാനാകുന്നു താനും, അല്ലേ? നിങ്ങൾ ധനവാന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മയെല്ലാം കർത്താവ് വിളിച്ചിരിക്കുന്നത് ധനവാന്മാരായി തീരാനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ ആരെയും ദരിദ്രരായി തീരുവാനല്ല കർത്താവ് വിളിച്ചത്, നമ്മളെല്ലാം ധനവാന്മാരാകുവാനായിട്ട് വിളിച്ചു. അപ്പോൾ സ്മിർന സഭയിൽ അവരാരായിരുന്നു? അവരെല്ലാം ധനവാന്മാരായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷിക്കുന്നത്. നീ ധനവാനാകുന്നു താനും. അപ്പോൾ ഒരു വലിയ കാര്യം അവരോടെ കുറിച്ച് പറയുന്നത്, ഭൗതിക സാഹചര്യത്തിലെ ധനമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ കണ്ടു. ഭൗതികമായി ലോകപരമായി നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ കഷ്ടതയിലും ദാരിദ്ര്യത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. എന്നാൽ കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്ന ദൈവജനം സമ്പന്നരാകണമെന്ന് ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്നതായ ചില മേഖലകൾ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനത്തിലൂടെ കടന്നുപോയി പരിശോധിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവജനം ആരായിത്തീരണം? സമ്പന്നരായി തീരാനായിട്ട് ഇടയായിത്തീരണം. സ്മിർനയിലെ സഭ സമ്പന്നരായ സഭയായിരുന്നു. ഭൗതിക സാഹചര്യത്തിൽ അവർ ദരിദ്രരായിരുന്നു, പക്ഷേ ആത്മീയ വിഷയത്തിൽ അവർ സമ്പന്നരായിരുന്നു, അല്ലേ? നമ്മളെല്ലാം കർത്താവ് വിളിച്ചിരിക്കുന്നത് ആത്മീയ ധനവാന്മാർ, ആത്മീയ സമ്പന്നരായി തീരാനാണ്. നമുക്ക് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കാനായിട്ടിടയായിത്തീരുന്നത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. നമ്മളെല്ലാം ഏത് വിഷയത്തിലാണ് ഒന്നാമത് സമ്പന്നരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത്? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. അപ്പോൾ ആ ഉപമയിൽ കർത്താവ് വളരെ ശക്തമായി പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്ന ഒരു കാര്യമുണ്ട്. ദൈവജനം ഭൗതിക സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നാലും ആത്മീയ സാഹചര്യങ്ങളിൽ സമ്പന്നരായി തീരണം, അല്ലേ? ധനവാന്മാരായി തീരാനായിട്ട് ഇടയായി തീരണം. അവിടെ നമ്മൾ വായിച്ചത് കണ്ടല്ലോ, അല്ലേ? ദൈവ വിഷയമായി സമ്പന്നനായി തീരുക, ആത്മീയ സമ്പത്തിന് ഉടമകളായി തീരാൻ വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ എത്ര സാലറി കിട്ടുന്നവരാണ്, നമുക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ട്, അല്ലേ? എത്ര ബാങ്ക് ബാലൻസ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആസ്തി എന്താണ്, മറ്റു വസ്തുവകകൾ എന്താണ്, ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും നമ്മെക്കുറിച്ച് തന്നെ വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും വ്യത്യസ്ത നിലവാരത്തിലുള്ളവർ ആ വിഷയത്തിൽ. എന്നാൽ ആത്മീയ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും എങ്ങനെയാകുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് അനലൈസ് ചെയ്യാറുണ്ടോ? കർത്താവേ, ഭൗതികമായി ഞാനിങ്ങനെ നേടുന്നുണ്ട്,
ഭൗതികമായി നമുക്ക് പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ സമ്പത്തിന് ഞാനും നിങ്ങളും ഉടമകളായി തീരണമെന്ന് ഇവിടെ ഒരു മൂഢനായ ധനവാനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ. 12-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 21 നമ്മൾ വായിച്ചതിൻ്റെ മുകളിലേക്കൊന്ന് വായിച്ചു പോകുമ്പോൾ അവിടെ ആ മനുഷ്യൻ എന്താ പറയുന്നത്? അവൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു അല്ലേ. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ അവൻ പറഞ്ഞത്, ഇത് ഞാൻ ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ട് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക. ആ മനുഷ്യൻ അയാളോട് തന്നെ പറയുന്നതായ സന്ദേശം 4 കാര്യങ്ങളാണ്. എന്തെല്ലാമാണ് അല്ലേ? ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ മനുഷ്യൻ അയാളോട് തന്നെ പറയുക. കാരണം അയാൾക്ക് നല്ല കൃഷി വിളവുണ്ടായി. അക്കാലത്തെ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയാണോ കൃഷി വിളയുന്നത്, കാർഷിക സമ്പത്തിന് മൃഗസമ്പത്തിനൊക്കെ അനുസരിച്ചായിരുന്നല്ലോ അദ്ദേഹത്തിന് ധാരാളം സമ്പാദ്യം ഉണ്ടാകാനായിട്ടിടയായി തീർന്നു. ഇത് അക്ഷരീയമായി സംഭവിച്ചതല്ല, നമുക്കറിയാം. ഇതൊരു ഉപമയാണ് അല്ലേ, അതൊരു ഉപമയാണ്. ആ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ, ദൈവ വിഷയമായി സമ്പന്നനാകുക എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് അല്ലേ. ഞാനും നിങ്ങളും ദൈവ വിഷയമായി സമ്പന്നരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നുണ്ട്. ഏതാ ദൈവ വിഷയമായി സമ്പന്നനാകുക എന്ന് പറയുന്നത്? അതാ അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എങ്ങനെയാണ് ദൈവ വിഷയമായി ഒരുവന് സമ്പന്നനായി തീരാൻ സാധിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കും. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ തിരഞ്ഞെടുത്തു അല്ലേ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ തിരഞ്ഞെടുത്തു. പത്രോസിനെയും അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും ഒക്കെ തിരഞ്ഞെടുത്തപ്പോൾ കടൽക്കരയിൽ പോയി മീൻ പിടിക്കുന്നവരെയാണ് തിരഞ്ഞെടുത്തത്. മത്തായിയെ തിരഞ്ഞെടുത്തപ്പോൾ ചുങ്കം പിരിക്കുന്നതായ ഒരാളെയാണ് തിരഞ്ഞെടുക്കാനായിട്ടിടയായത്. കർത്താവ് തിരഞ്ഞെടുത്ത് വിളിച്ച എല്ലാവരെയും നോക്കിയാൽ അവരെല്ലാം സമൂഹത്തിൻ്റെ വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ കഴിഞ്ഞവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും, വിശ്വാസത്തിൽ സമ്പന്നരാകുവാനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവ വിഷയമായി സമ്പന്നരാകുക എന്ന ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ ആത്മീയ കാര്യങ്ങളിൽ സമ്പന്നനാകണം, ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സമ്പന്നനായി തീരാനായിട്ട് ഇടയാകും. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് സമ്പന്നനായി തീരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായി തീരുന്നുണ്ടോ? സ്മിർനയിലെ സഭയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്മിർനയിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ചു. അവർ ദരിദ്ര അവസ്ഥയിലായിരുന്നു. അവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. അവർ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. അവർ ഉപദ്രവം സഹിക്കുന്നവരായിരുന്നു. അവർ തടവിൽ പാർപ്പിക്കുവാനായിട്ട് പോകുന്നവരായിരുന്നു. അവരിലേറിയ പങ്കാളുകളും രക്തസാക്ഷി മരണം വരിക്കുവാനായിട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സമ്പന്നന്മാരാകുന്നു എന്ന് പറയാനായിട്ട് ഇടയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് പറയണം. നമ്മൾ സമ്പന്നന്മാരാണ്. ഏതാ ദൈവ വിഷയമായി നമ്മൾ സമ്പന്നരാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് സാക്ഷിക്കാനായിട്ടിടയായിത്തീരണം. അതിനാവശ്യമായിരിക്കുന്നത് വിശ്വാസത്തിൽ സമ്പന്നരായി തീരാനായിട്ട് ഇടയായിത്തീരുക. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ അതാ നമ്മൾ വായിച്ചത്. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, അവരോട് പറയുക, നിങ്ങൾ കേൾക്കുക, ദൈവ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും ബാക്കി വായിച്ചു തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത്. അപ്പോൾ ദൈവ വിശ്വാസത്തിൽ സമ്പന്നരാകുന്നത് എങ്ങനെയുള്ള ആളുകളാണെന്നറിയാമോ? തന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. വിശ്വാസത്തിൽ സമ്പന്നരായി തീരാൻ സാധിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്കാ.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് വിശ്വാസ സമ്പന്നരായി തീരാൻ സാധിക്കുന്നത്, ആത്മീയ സമ്പന്നന്മാരായി തീരാൻ സാധിക്കുന്നത്. എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് ഒബീഡിയൻ്റ് ആകുന്നതിലൂടെ, അല്ലേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തമ്മെ തന്നെ ആ ആത്മാവിന് വിധേയപ്പെടുത്തി സമർപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൽ സമ്പന്നരായി തീരാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരാകണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും, അല്ലേ, വിശ്വാസത്തിൽ സമ്പന്നരായി തീരാൻ കർത്താവിനെയും നിങ്ങളെയും വിളിച്ചത്. ആദ്യം അപ്പോസ്തലന്മാർക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ, ഞങ്ങളെ നീ ഒന്ന് വിശ്വാസത്തിൽ സമ്പന്നരാക്കണമേ എന്നാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടല്ലോ ഈ പ്രാർത്ഥന ഏറെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെക്കാളും ഒക്കെ വിശ്വാസം ഉതിർന്നു പോകാൻ സാധ്യതയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻ, അല്ലേ, ലോകത്തിൻ്റെ ജ്ഞാനം നമ്മുടെ തലയിലേക്ക് അനവധിയായി കടന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വാട്സാപ്പ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും റീൽസുകൾ കാണുമ്പോഴും എല്ലാം ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ളതായ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങളാണ് ആ മാധ്യമങ്ങളിലൂടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യൗവനക്കാർ ഉൾപ്പെടെ എല്ലാ തരം ആളുകളും ഈ നാളുകളിൽ വിശ്വാസം ഉതിർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം, കർത്താവേ, നീ എന്നെ ഒരു വിശ്വാസത്തിൽ സമ്പന്നനാക്കി തീർക്കാനായിട്ടിടയായി തീരണമേ. എൻ്റെ വിശ്വാസം കർത്താവേ ഈ നാളുകളിലൊന്ന് വർദ്ധിക്കട്ടെ. അപ്പോസ്തലന്മാർക്ക് ആ ആഗ്രഹം ഉണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ലൂക്കോസ് 17:5, അപ്പോസ്തലർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഒരു പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്, അല്ലേ, ഒരു പ്രാർത്ഥന, ഒരു യാചനയുടെ സ്വരത്തിലാണ് അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. ഒരു അപേക്ഷയുടെ സ്വരം, ഈ തരണമേ, അല്ലേ, അതൊക്കെ അപേക്ഷയുടെ സപ്ലിക്കേഷൻ, അപേക്ഷയാണ്. ഒരപേക്ഷയുടെ സ്വരത്തിലാണ് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. എന്തുകൊണ്ട് അവരങ്ങനെ പ്രാർത്ഥിച്ചത്? അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് വിശ്വാസത്തിൽ സമ്പന്നനാകണം. കർത്താവ് ചെയ്യുന്നത് പോലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരോട് ഇടപെടണം, അവരോട് സുവിശേഷം പറയണം, അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയണം, അവരോട് ആ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഭാഷിക്കുകയും അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ജാതികളെ കർത്താവിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ, കർത്താവ് അവരെ തിരഞ്ഞെടുത്തപ്പോൾ മർക്കോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകേണ്ടതിനും അവൻ 12 നിയമിച്ചു. അപ്പോൾ കർത്താവ് തങ്ങളെ നിയമിച്ചാക്കിയിരിക്കുന്നത് പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്, ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ്, രോഗശാന്തി വരുത്താൻ വേണ്ടിയാണ്, ജാതികളുടെ ഇടയിൽ പോയി കർത്താവിൻ്റെ വലിയ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട്, അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. കർത്താവ് എന്താ അതിന് മറുപടി പറഞ്ഞത്? 6-ാം വാക്യം വായിച്ചേ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞു. വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസത്തിനുണ്ടല്ലോ ഒരു വലിയ ശക്തിയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ ശക്തി വലുതാണ്, അത് ഡുനാമീസ് ആണ്, അല്ലെ, ഡൈനമിറ്റ് ആണ്, അത് അത്യന്തം ശക്തിയുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടിടയായിത്തീരും, അസാധ്യങ്ങൾ സാധ്യമായി തീരുവാനായിട്ടിടയായിത്തീരും, കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാനായിട്ടിടയായിത്തീരും.
പക്ഷേ പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങൾക്കും വിശ്വാസം വരണം, അല്ലേ? കർത്താവ് അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയുടെ വലിപ്പത്തിലുള്ള വിശ്വാസത്തിന് പോലും ഒരു കാട്ടത്തിയെ പറിച്ച് കടലിൽ നട്ടുപോകാനായിട്ട് ഇടയാക്കുന്നതാണ് കർത്താവിൻ്റെ ശക്തി എന്നാ കർത്താവ് പഠിപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നു? ഒരു കടുകുമണിയുടെ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ അത് അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് മതിയായതാണ്. അത് അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായിട്ട് കഴിവുള്ളതാണ്. അതിന് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? അതാ കാണാൻ സാധിക്കുന്നത്. അത് അത്ഭുതങ്ങളെ ചെയ്യാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഈ നാളുകളിലൊന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ വിശ്വാസത്തിൽ സമ്പന്നരായി തീരണം. സ്മുർന സഭയെക്കുറിച്ചാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. അവരോട് കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നരാണ്. ഭൗതികമായി നിങ്ങൾക്ക് കുറവൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ സമ്പന്നരാണ്. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വിശ്വാസത്തിൽ സമ്പന്നരായി തീരാൻ സാധിക്കുന്നുവെങ്കിൽ ഉണ്ടല്ലോ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ ഇടയിലുള്ള രോഗികളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുവാനായിട്ടിടയായിത്തീരും. ഭൂതങ്ങൾ വിട്ടുമാറാനായിട്ടിടയായിത്തീരും. രോഗികൾ സൗഖ്യമാകുവാനായിട്ടിടയായിത്തീരും. അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ കർത്താവ്, അല്ലേ? സുവിശേഷ വേലയ്ക്കായിട്ട് പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താകുന്നു. ഈ അത്ഭുത പ്രവൃത്തി നമ്മുടെ ഇടയിലും സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. എന്ത് ചെയ്യണം? നമുക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞാൻ കർത്താവെ ഭൗതിക സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നാലും വിഷയമല്ല, എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ എനിക്ക് ജീവകിരീടം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സഭയുടെ മെസ്സേജ്, 4 വാക്യങ്ങളിലുള്ള ദൂത് മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാകാനായിട്ടിടയായിത്തീരണം. എന്തിനാ എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നത്? എനിക്ക് ജീവകിരീടം പ്രാപിക്കാനായിട്ട് കഴിയണം. അവസാന വാക്യം പറയുന്നത്, 2ാം മരണത്താൽ നിനക്ക് ദോഷം വരികയില്ല. എങ്ങനെയുള്ളവർക്ക് 2ാം മരണത്തിൽ ദോഷം വരാതിരിക്കുന്നത്? സമ്പന്നരായിരിക്കുന്നവർക്ക്. ആമേൻ. വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കുന്നവർക്ക്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക്, അല്ലേ? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്. അവിടെ എഴുതിയിട്ടുണ്ട്, 3 കാര്യങ്ങളാണല്ലോ അവരെക്കുറിച്ച് പറഞ്ഞത്. നിന്റെ പ്രവൃത്തി, നീ വിശ്വാസത്തിൽ സമ്പന്നനാണെങ്കിൽ നിന്റെ പ്രവൃത്തി സമ്പന്നതയുടെ പ്രവൃത്തിയായിരിക്കും. നീ വിശ്വാസത്തിൽ വിശ്വാസ ജീവിതത്തിൽ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, ദൈവത്തിൽ ഒരു ആഴമേറിയ വിശ്വാസമുണ്ടെങ്കിൽ ആ ജീവകിരീടത്തിന് നിനക്ക് ഉടമയായി തീരാനായിട്ട് സാധിക്കും. ഭൗതിക സാഹചര്യത്തിൽ നിനക്ക് ദാരിദ്ര്യമാണെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നനായി തീരാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, അവിടെ ഒരു മനുഷ്യനെ കാണാം. ആരെയാണ്? നമുക്കറിയാം. ലൂക്കോസ് 7:7. ശതാധിപനാ പറയുന്നത്, അല്ലേ? 7:7, കർത്താവേ, നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് തോന്നിയിട്ടില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. ആമേൻ. അതാ വിശ്വാസം. ഈ മനുഷ്യൻ കർത്താവിനെ കുറിച്ച് ആഴമായിട്ടൊന്നും അറിയുന്ന മനുഷ്യനൊന്നുമല്ല, യഹൂദനുമല്ല, അല്ലേ? ദൈവജനത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ആളുമല്ല. പക്ഷേ അവൻ്റെ ബാല്യക്കാരന് ദീനം വന്നു, മരിച്ചു. കർത്താവിൻ്റെ അടുക്കലേക്ക് ദീനം വന്ന് കിടക്കുമ്പോൾ സൗഖ്യമാകുവാനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ആളെ അയക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഓടി ചെന്ന് കർത്താവിനെ സ്വീകരിച്ചിട്ട് പറയുക, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കറിയാം. പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭാര്യക്കാരന് സൗഖ്യം വരും. അതാ വിശ്വാസത്തിലുള്ള സമ്പന്നത. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നമുക്കങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നമ്മൾ ചെറിയൊരു വേദന വരുമ്പോഴേ, അല്ലേ, നമ്മുടെ വിശ്വാസം മുഴുവൻ കിംസിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിലാണ് നമ്മുടെ വിശ്വാസം. ആമേൻ. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എന്നെ കൂടെ ചേർത്താ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവെ, സ്മിർനയിലെ വിശ്വാസികൾക്ക് ഭൗതിക സാഹചര്യങ്ങളിൽ അവർ ദരിദ്രരാണെങ്കിലും അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞല്ലോ, അവർ വിശ്വാസത്തിൽ നിറഞ്ഞവരായിരുന്നു എന്ന് പറയാനായിട്ടിടയായി തീർന്നല്ലോ. ഞങ്ങളെ കർത്താവെ, നീ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-69 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നത് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68
69 വാക്യങ്ങൾ. യോഹന്നാൻ 6. ശിമോൻ പത്രോസ് അവനോട് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? പത്രോസ് പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ആ ഒരു ക്വസ്റ്റ്യനാ. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ആളുകൾ ഓടി നടക്കുക അല്ലേ? അവിടെ പത്രോസ് പറയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട കർത്താവേ, ഞങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട, ഞങ്ങൾ ഇരിക്കുന്നിടത്തായാൽ മതി. നീ അവിടെ ഉണ്ടെങ്കിൽ, നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, നിന്റെ കൃപ അവിടെ ഉണ്ടെങ്കിൽ, കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നീ അവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾക്ക് മറ്റെങ്ങും പോകണ്ട, ഞങ്ങൾ വേറെ എങ്ങും പോകുകയുമില്ല. കാരണം എന്തുകൊണ്ടാണ്? നിത്യജീവന്റെ അവിടെ നമ്മൾ എന്താ വായിക്കാനായിട്ടിടെ ആയിത്തീർന്നത്? 69. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. 2 കാര്യങ്ങൾ. 1 വിശ്വസിച്ചിരിക്കുന്നു, 2 അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ 2 കാര്യം വിശ്വസിക്കാനായിട്ടിടയായിത്തീരണം, അറിയുവാൻ അല്ലേ? അറിയുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക, ഒന്നുകൂടെ ആഴമായിട്ട് അറിയാനായിട്ട് ഇടയായിത്തീരുക. ഇന്ന് പൽക്കാലം കർത്താവ് സ്മർണയിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ചു. അവർ സമ്പന്നരായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളിൽ? 1 ലൂക്കോസ് 12:21 ദൈവവിഷയമായി അവർ സമ്പന്നരായിരുന്നു. റിച്ച് ടുവേർഡ്സ് ഗോഡ്, ദൈവവിഷയമായി. നമ്മൾ ഭൗതികമായി സമ്പന്നരായ പോരാ, ദൈവവിഷയമായി സമ്പന്നരാകണം. കാരണം ആ ജീവ കിരീടം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയണം. 2 അവർ വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാകുവാനായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവർ വിശ്വാസത്തിൽ സമ്പന്നരായി തീരാനായിട്ട് ഇടയായി. ഹെലൻ റോസ്ലിയറെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പുറപ്പെട്ട് ഇറങ്ങിയ ജർമ്മൻ മിഷണറിയാണ് ഹെലൻ റോസ്ലിയർ അല്ലേ? അവർ ഭാരതത്തിൽ പലയിടങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്തു. അവർ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഒരു കർത്താവിൻ്റെ വേല ചെയ്തു. ഹെലൻ റോസ്ലിയർ അവർ ഡോണാവൂരിൽ വന്ന് അവിടെ അനേക മിഷൻ ഫീൽഡുകൾ അവർക്കുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് മിഷൻ ഫീൽഡുകൾ ഉണ്ടായിരുന്നു ഹെലൻ റോസ്ലിയർക്ക്. അവർ വിശ്വാസത്തിൽ വളരെ ശക്തിയായ ഒരു വനിതയായിരുന്നു. അവർ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു. അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ സൗഖ്യമായി. അവരെ കർത്താവിലേക്ക് നേടുവാനായിട്ട് ഇടയായി. അനേക പള്ളികൾ ഹെലൻ റോസ്ലിയർ സ്ഥാപിച്ചു. ഈ വാർത്ത തമിഴ്നാടിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ അറിഞ്ഞു. അവരെ തേടി സഹായത്തിനൊക്കെ ആളുകൾ വരും. അക്കൂട്ടത്തിൽ പാതിരാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ഒരു വിസിറ്റർ അവർ താമസിക്കുന്ന ഓടിട്ട കെട്ടിടത്തിൻ്റെ ഓട് പൊളിച്ച് അവരുടെ ലിവിങ് റൂമിൽ ഒരു ദിവസം രാത്രിയിൽ ഇറങ്ങി. ഒരു വിദേശ മിഷണറി വനിത താമസിക്കുന്ന വീട്ടിൽ രാത്രി 12 മണിക്ക് ഓട് പൊളിച്ചിറങ്ങിയത് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ? ഹെലൻ റോസ്ലിയർ ശബ്ദം കേട്ട് തൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് ആ ലിവിങ് റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ണൊക്കെ മൂടിക്കെട്ടി എന്ന് പറഞ്ഞാൽ കള്ളന്മാർ കെട്ടുന്ന ഒരു കെട്ടുണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ കെട്ടി കൈയൊക്കെ വാരിത്തേച്ച് എണ്ണയൊക്കെ പൂശി ജംബുലിംഗം എന്ന് പറയുന്ന ഒരു കള്ളൻ ആ ലിവിങ് റൂമിൽ കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഹെലൻ റോസ്ലിയർ വിശ്വാസ വനിതയായതുകൊണ്ട് അവരുടെ സാക്ഷ്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മന്ദം കടന്നു ചെന്നിട്ട് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. രാത്രി 12 മണിക്ക് നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ, അദ്ദേഹത്തെ നോക്കി, ആ ജംബുലിംഗത്തെ നോക്കി ഹെലൻ റോസ്ലിയർ ഒന്ന് പുഞ്ചിരിച്ചു. കത്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അദ്ദേഹത്തിൻ്റെ കാറ്റ് അവിടെ പോയി. അദ്ദേഹത്തോട് ഹെലൻ റോസ്ലിയർ ചോദിച്ചു, മോൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീടിൻ്റെ ഓടൊക്കെ ഇളക്കി ഇറങ്ങി വന്നത്? എന്നോട് ബെല്ലടിച്ചിരുന്നെങ്കിൽ ഞാൻ വാതിൽ തുറക്കുമായിരുന്നു. മോൻ എന്താ വേണ്ടത്? വാട്ട് യു നീഡ്? നിനക്ക് എന്താ വേണ്ടത്? ഈ വീട്ടിൽ എന്ത് വേണമെങ്കിലും എടുത്തു, ഇവിടെയുള്ള എല്ലാം എടുത്തു, എന്ത് വേണമെങ്കിലും എടുത്തു അല്ലേ? അവർ ജർമ്മനിയിലെ സുഖമെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ വന്നത് എന്തെങ്കിലും കൂട്ടിവെക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും എടുത്തു. ഞാൻ കൂട്ടിച്ചേർക്കുന്ന എൻ്റെ പാസ്പോർട്ടും വിസയും ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നീ കൊണ്ടക്കോ എന്ന് അവർ പറഞ്ഞു കാണും. കാരണം അവർക്ക് തിരിച്ച് നാട്ടിൽ പോകണമല്ലോ.
അവരുടെ സാക്ഷ്യപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജംബുലിംഗം അവിടെ മുട്ടുകുത്തി അദ്ദേഹം മാനസാന്തരപ്പെട്ട വ്യക്തിയായിട്ട് ആ ഭവനത്തിൽ നിന്ന് പോയി. അതാ വിശ്വാസത്തിൻ്റെ ശക്തി. ആമേൻ. അതാ വിശ്വാസത്തിൻ്റെ ശക്തി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന എനിക്ക് നിങ്ങൾക്കും കർത്താവേ ഈ നാളുകളിൽ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ ആ സ്മിർന സഭയെക്കുറിച്ച് നമ്മൾ വായിക്കാനായിട്ടിടയായി തീർന്നത് അവർ ധനവാന്മാരായിരുന്നു. ഏതെല്ലാം മേഖലയിൽ? അവർ ദൈവവിഷയമായി ധനവാന്മാരായിരുന്നു. 2, അവർ വിശ്വാസത്തിൽ ധനവാന്മാരായിരുന്നു. എങ്ങനെയായി ദൈവവിഷയമായി ധനവാനാകാൻ സാധിക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ എങ്ങനെയാണ് ഒരാൾക്ക് വിശ്വാസത്തിൽ സമ്പന്നനാകാൻ കഴിയുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും. പൗലോസ് എങ്ങനെയാ സമ്പന്നനായത്? അല്ലേ? പൗലോസ് വളരെ ആത്മീയ സമ്പത്തുള്ളവനായിരുന്നു എന്ന് തൻ്റെ ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി, ഞാൻ സന്തോഷത്തോടെ. ആമേൻ. ചെലവിട്ടത് എങ്ങനെയാന്ന് എഴുതിയിരിക്കുന്നത്? സന്തോഷത്തോടെ. അയ്യോ, നമ്മളൊക്കെ ചെലവിടുന്നതല്ലേ? അല്ലേ? ഞാൻ പറയണ്ടല്ലോ, നമ്മളൊക്കെ ചെലവിടുന്നത്, ആത്മീയ കാര്യങ്ങൾക്ക് ചെലവിടുന്നത്, സഭാകാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്നത്, നമ്മളൊക്കെ എങ്ങനെയാണ് ചെലവിടുന്നത്? പൗലോസ് ഇവിടെ പറയുകയാണ്, ഒരു എക്സാമ്പിളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, ഞാൻ അതിസന്തോഷത്തോടുകൂടെ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ആമേൻ. ഞാൻ ചെലവിടുക മാത്രമല്ല, എന്നിലുള്ളത് ഈ കൂടാരപ്പണി നടത്തി കിട്ടുന്നത് കൊണ്ട് ഞാൻ ചെലവിടുക മാത്രമല്ല, ഞാൻ തന്നെ ഒരു ചെലവായി തീരും. അല്ലേ? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ഐ വിൽ ഗ്ലാഡ്ലി സ്പെൻഡ് ആൻഡ് ബി സ്പെൻഡ് ഫോർ യു. ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ ഇടയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്, ചെലവഴിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ ഇടയിൽ അങ്ങ് ചെലവാക്കാനായിട്ടിടയായി തീർന്നു. ഇന്നത്തെ സഭ, ഇന്നത്തെ വിശ്വാസികൾ ചെലവാക്കാത്ത അല്ലെങ്കിൽ ചെലവിടാത്തതായ വിശ്വാസികളാണ്. അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് പണം ചെലവഴിക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മളെ തന്നെ ചെലവിടാത്തവ. ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ മിനിസ്ട്രി വർദ്ധിച്ചതിൻ്റെ കാരണം അവരെ തന്നെ ചെലവിടാനായിട്ടിടയായി തീർന്നു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ സമയം ചെലവാക്കാറുണ്ടോ? നമ്മുടെ താലന്ത് ചെലവാക്കാറുണ്ടോ? നമ്മുടെ കർത്താവ് തന്നതായ ട്രഷേഴ്സ് ചെലവാക്കാറുണ്ടോ? നമ്മളെ തന്നെ ചെലവാക്കാറുണ്ടോ? അല്ലേ? ആ സ്പിരിച്വൽ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ഇവിടെ പൗലോസ് ഓർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്, ഞാൻ ചെലവാകുകയും നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോകുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? ഞാൻ സ്നേഹത്തിന് വേണ്ടി ചെലവിടുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളെ കരുതാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് ആശ്ലേഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഇടയിൽ എന്തും ഏതുമായി തീരുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരാനായിട്ട് ഇടയായി തീരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യം ക്രിസ്തീയ ജീവിതത്തിൽ, അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം, അവൻ്റെ രാജ്യത്തിന് അവകാശികളായി തീരാൻ അനേകരെ ഒരുക്കുക. അല്ലേ? ആത്മീയ സമ്പന്നനായി തീരാനായിട്ടിടയായി തീരുക. ആത്മീയ ദരിദ്രരായിട്ടല്ല, ആത്മീയ സമ്പന്നരായി തീരാനായിട്ട്. ജീവിതത്തിൻ്റെ 24 മണിക്കൂർ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് എനിക്കിടയായി തീരണം. ന്യൂയോർക്ക് തുറമുഖത്ത് ഒരു വലിയ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കറണ്ടും സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആ ലൈറ്റ് ഹൗസ് സൂക്ഷിക്കാനായിട്ട് ജോണി എന്നു പേരുള്ള ഒരു മനുഷ്യനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ആ ലൈറ്റ്
വിളക്ക് റാന്തൽ കത്തിച്ച്, കറണ്ടൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്, ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ അനേക പടികൾ കയറി ഇറങ്ങി അതിന് മുകളിൽ കൊണ്ട് ആ റാന്തൽ സൂക്ഷിച്ചു വയ്ക്കും. കാറ്റടിച്ച് കെടാത്ത ക്രമീകരണമൊക്കെയുള്ള ലൈറ്റ് ഹൗസാണ് ഇന്നത്തെ ആധുനിക ലൈറ്റ് ഹൗസുകളൊക്കെ വരുന്നതിന് മുമ്പ്. അദ്ദേഹം ഒരു യൗവനക്കാരനായിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ ഗവൺമെൻറ് ഈ ലൈറ്റ് ഹൗസിൽ ഈ റാന്തൽ വിളക്ക് കത്തിക്കുന്ന ജോലി ജോണിയെ ഏൽപ്പിച്ചത്. പിന്നീട് ജോണി വളർന്നു, വിവാഹം കഴിച്ചു. മേരി എന്ന് പറയുന്ന ഒരു സഹോദരി വിവാഹം കഴിച്ചു. പിന്നീട് അവർ രണ്ടുപേരും ലൈറ്റ് ഹൗസിൻ്റെ താഴെയാണ് ജീവിക്കുന്നത്. വർഷങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും മടുപ്പ് കൂടാതെ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ഈ റാന്തൽ കത്തിക്കുക. ലൈറ്റ് ഹൗസിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ലിഫ്റ്റൊന്നുമില്ല, ആധുനിക സൗകര്യമൊന്നുമില്ല. വളരെ പ്രയത്നമെടുത്ത് വേണം ദിവസവും കയറാനും ഇറങ്ങാനും ഒക്കെ. ജോണി പ്രായം ചെന്നു. ഏകദേശം 88 വയസ്സായി ജോണിക്ക്. ഇനി ജോണിക്ക് ആ പടികൾ കയറാനായിട്ട് സാധിക്കയില്ല, കാരണം താൻ ക്ഷീണിതനാണ്. ജോണിക്ക് പകരം തൻ്റെ ഭാര്യയാണ് ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയി ആ ലൈറ്റ് കത്തുന്നത്. ജോണിയുടെ ലാസ്റ്റ് മൂമെൻറ്റ്, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. ഭാര്യയോട് സംസാരിച്ചപ്പോൾ അവസാനം ജോണി പറഞ്ഞ വാക്ക്, മേരി മേരി കീപ് ദ ലൈറ്റ് ബേണിങ്. നീ അവസാനം വരെയും എന്തു ചെയ്യണം? നീ ആ ലൈറ്റ് കത്തിക്കാൻ മറന്നു പോകരുത്. ആമേൻ. യൗവനക്കാരനായിരുന്നപ്പോൾ, ബാല്യക്കാരനായിരുന്നപ്പോൾ ആരംഭിച്ചതായ പ്രവൃത്തിയാണ് ആ ലൈറ്റ് ഹൗസിന് മുകളിൽ ആ ലൈറ്റ് കത്തിക്കുക എന്നുള്ളത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടതായ ഒരു ജോലിയാണ്. ഞായറാഴ്ച മാത്രം വിശ്വസ്തരായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇന്നോ നാളെയോ വിശ്വസ്തരായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് മരണപര്യന്തം, അല്ലേ? ഏറ്റവും അവസാനത്തെ മൂവ്മെന്റ് വരെയും. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, റിച്ച് ടുവേർഡ്സ് ഗോഡ്, ദൈവ വിഷയമായി നമ്മൾ സമ്പന്നരാകണം. രണ്ട്, വിശ്വാസത്തിൽ നമ്മൾ സമ്പന്നരാകണം. 1 തിമോഥെയോസ് 6:18 എങ്ങനെയാണ് സ്മിർന സഭ സമ്പന്നരായി തീർന്നത്? 1 തിമോഥെയോസ് 6:18 വായിച്ചേ. 1 തിമോഥെയോസ് 6:18. തരുന്ന ദൈവത്താൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരായി ദാനശീലരും. മൂന്നാമത്തെ സമ്പന്നതയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? 18 വാക്യത്തിൽ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ആമേൻ. പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, വരും കാലത്തേക്ക്. ഒരു കാലം വരുന്നുണ്ട്. ആമേൻ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഒരു കാലം വരുന്നുണ്ട്. ആ കാലത്തിന് പറയുന്ന പേരെന്താണ്? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആമേൻ. ചിന്ത വേണം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ ജോലി ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, ഭൗതികമായി ആ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ വിശ്വാസിക്കും ആ ഒരു ബോധ്യം വേണം. ഒരു കാലം വരുന്നു. ആ വരും കാലത്തേക്ക് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നല്ലൊരു അടിസ്ഥാനം. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം, ഫൗണ്ടേഷൻ. മണൽമേൽ വീട് പണിത മനുഷ്യനെ നമുക്കറിയാം, അല്ലേ? അവൻ്റെ അടിസ്ഥാനം ഇളകി, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അവൻ്റെ ആ മണലിന്മേൽ പണിതായതുകൊണ്ട് അത് വീണു. നല്ലൊരു അടിസ്ഥാനം. എന്നാൽ മറ്റൊരു മനുഷ്യൻ, ബുദ്ധിമാനായൊരു മനുഷ്യൻ, അവൻ്റെ അടിസ്ഥാനം അവൻ പാറമേലാണ് പണിതത്. ക്രിസ്തുവാകുന്ന പാറമേൽ. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായതാൽ വീണില്ല. ആമേൻ. ഞാനും നിങ്ങളും നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലാണെങ്കിൽ ദാരിദ്ര്യം വരും, കഷ്ടത വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പരിഹാസങ്ങൾ വരും, നിന്ദകൾ വരും, അതെല്ലാം വരും. അതിൻ്റെ മധ്യേ നിളകാതെ നിൽക്കണം. അവിടെ തിമോഥെയോസിനോട് പറയുകയാണ്, 17 വാക്യം മുതൽ വായിക്കുമ്പോൾ, അല്ലേ? സകലവും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി. സ്മിർന സഭ അവർ സമ്പന്നരായിരുന്നു.
അവർ ആ ആത്മീയ സമ്പന്നരായിരുന്നു, വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് പറയുന്നത് സൽപ്രവർത്തികളിൽ സമ്പന്നരാകുക, നല്ല കാര്യങ്ങളിൽ, സൽപ്രവർത്തികളിൽ. ആമേൻ. കർത്താവേ, എനിക്ക് നല്ല കാര്യങ്ങളിൽ സമ്പന്നരായിത്തീരാനായിട്ട്, ഭൗതിക കാര്യങ്ങളിലല്ല, നല്ല കാര്യങ്ങളിൽ, അല്ലേ, അവിടെ നന്മ ചെയ്യുവാനും, സൽപ്രവർത്തികൾ ദാനശീലരും ഔദാര്യമുള്ളവരുമായി. ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിക്കും, അല്ലേ? ഔദാര്യമുള്ളവർ. മക്കദോനിയ സഭകളെയൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് അത് ഇമ്പോർട്ടൻ്റാണ്, അത് ശ്രദ്ധിച്ചോണം. എന്തിനാ സൽപ്രവർത്തികളിൽ സമ്പന്നരാകണമെന്ന് പറഞ്ഞത്? എന്തിനു വേണ്ടിയാ സൽപ്രവർത്തികളിൽ സമ്പന്നരാകണമെന്ന് പറഞ്ഞത്? 19-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. 19-ാം വാക്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ സമ്പന്നരായി പറഞ്ഞത്? സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്, വരും കാലത്തേക്ക് നല്ലൊരു സാക്ഷാലുള്ള ജീവൻ. ആമേൻ, ഹല്ലേലൂയ. സാക്ഷാലുള്ള ജീവൻ പിടിക്കേണ്ടുന്ന ഒന്നാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഇന്ന് പൽക്കാലം ആരെങ്കിലും നിരൂപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു, യെസ്, 1988 ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇന്ന മാസം ഇന്ന പാസ്റ്റർ കീഴിൽ സ്നാനപ്പെട്ടു, പിന്നെ മിക്ക ആഴ്ചയും ഞാൻ പള്ളി വന്ന് കർത്തൃമേശയിലും ഞാൻ ഓക്കെയാ, ഐ എം ഓക്കെ. ധരിക്കരുത്. ആമേൻ. ഇവിടെ ഒരു വാണിംഗാണ് തരുന്നത്, അല്ലേ? സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാൻ റിക്വസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ആജ്ഞാപിക്കാനാണ് പറഞ്ഞത്. പാസ്റ്റർമാർ എന്തേലും പറഞ്ഞാൽ, അല്ലേ, പുള്ളി അത് പറഞ്ഞു. പാസ്റ്റർമാരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയോ? ദൈവദാസന്മാരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയോ? യു കമാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആജ്ഞാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോടൊക്കെ ആജ്ഞാപിച്ചാൽ നിങ്ങൾ വെറുതെ വിടും എന്നെ, അല്ലേ? നിങ്ങൾ നല്ല കേരളത്തിൽ ആരും ഇയാൾ പോയി പണി നോക്കാൻ പറയും, അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യു കമാൻഡ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, യു കമാൻഡ്, നീ അവരോട് ആജ്ഞാപിക്ക. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടാകുവാനായിട്ട് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ എങ്ങനെ സമ്പന്നനായിത്തീരണം? നീ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സൽപ്രവർത്തികളിൽ സമ്പന്നരായി, ഔദാര്യമുള്ളവരായി, നന്മ ചെയ്യുന്നത്, ദൈവത്തിൽ ആശ വെച്ച്, ഹോപ്പ് ഇൻ ജീസസ്, അല്ലേ, കർത്താവിൽ മാത്രം ആശ വെച്ച്, അവിടുന്ന് ആശ, അവിടെയാ പ്രതീക്ഷ, അതാ ലക്ഷ്യം. ക്രിസ്തു എന്ന തലയോളം വളരുക, അതാ ലക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 41 വരെയുള്ള വാക്യത്ത് ഒരാളെ നമുക്ക് കാണാം, നമുക്കറിയാവുന്നതാണെങ്കിലും വായിച്ചു പോകാം. എക്സാമ്പിളായിട്ട് അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 36 മുതൽ. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ള ശിഷ്യ ഉണ്ടായിരുന്നു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നൊരു ശിഷ്യയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോരുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദയോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. ഇതാ, സൽപ്രവർത്തികളിൽ സമ്പന്നരാകുമ്പോൾ ദൈവം അത് മാനിക്കാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. നമ്മുടെ രോഗശയ്യ കർത്താവ് മാറ്റിവിരിക്കും. നമ്മുടെ മരണശയ്യ കർത്താവ് മാറ്റിവിരിച്ച്, അല്ലേ, നമുക്ക് എക്സാമ്പിളുകളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്.
കർത്താവ് അവൻ്റെ ദീർഘായുസിനെ നീട്ടിക്കൊടുത്ത യെഹിസ്കിയാവിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അത് മാനിക്കും. ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവം അവൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ അത് പറയാനാ പിന്നീട് ഹോംവർക്കായിട്ട് തരുക. അത് നിങ്ങൾ വീട്ടിൽ പോയി പിന്നീട് ധ്യാനിച്ചാൽ മതി. സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. 3 സമ്പന്നരെ നമ്മൾ കണ്ടു. സ്മിർന സഭ സമ്പന്നരായിരുന്നു. അവർ വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു. അവർ ആത്മീയ കാര്യങ്ങളിൽ സമ്പന്നരായിരുന്നു. അവർ സൽപ്രവർത്തികളിൽ സമ്പന്നരായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനൊരു വാക്കുകളെ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യം പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഞങ്ങൾ ദുഃഖിതരാണ്. ഭൗതിക സാഹചര്യത്തിൽ ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ഞങ്ങൾ ദരിദ്രരാണെങ്കിലും പലരെയും സമ്പന്നരാക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. യെസ്, ആ ഒരു വരിയാ ഞാൻ ചിന്തിക്കുന്നത്. പലരെയും സമ്പന്നർ ആക്കുന്നവർ. ആമേൻ. പൈസ കൊടുത്തൊന്നും ആരെയും സമ്പന്നരാക്കാൻ സാധിക്കുകയില്ല, അല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. പിന്നെ എന്താണ്? കർത്താവിനെ നൽകി, കർത്താവിലുള്ള ആശ്വാസം നൽകി, കർത്താവിലുള്ള വിടുതലിനെ നൽകി, കർത്താവിലൂടെ ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് സംസാരിച്ച് അവരുടെ ജീവനെ കർത്താവിനായി നേടി. അതാ ഇവിടെ ഓർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഞങ്ങൾ ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. മേക്കിംഗ് അതേഴ്സ് റിച്ച്. ദൈവസഭയുടെ കർത്തവ്യമാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചതായ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചിട്ടുള്ള, നമ്മെ ഏൽപ്പിച്ചതായ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരെ സമ്പന്നരാക്കുക എന്നുള്ള ഡ്യൂട്ടി. കർത്താവിനെ നൽകി, സുവിശേഷം നൽകി, അവരെ കർത്താവിലേക്ക് നേടുവാനായിട്ട് ഇടയായി തീരുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ആ വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപം സ്വരൂപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലൻ പറയാനായിട്ടിടയായിത്തീരുകയാണ്, ഞങ്ങൾ ദുഃഖിതരെങ്കിലും പലരെയും ഞങ്ങൾ സന്തോഷിക്കുന്നവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ദൈവത്തിലുള്ള ആശ, ദൈവത്തിലുള്ള പ്രതീക്ഷ, ദൈവത്തിലുള്ള പ്രത്യാശ. ഞാൻ സ്മിർന സഭയിലേക്ക് മടങ്ങിപ്പോയി അവിടെ അത് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു. കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോഴും ധനവാന്മാരായി തീർന്ന ഒരു കൂട്ടം വിശ്വാസികളെക്കുറിച്ചാണ് യോഹന്നാൻ ആത്മാവിൽ വിവശരായി നമ്മോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നതും ധനവാന്മാരാകുവാനാണ്. വിശ്വാസത്തിൽ ധനവാന്മാരാകുവാൻ, ദൈവവിഷയമായി ധനവാന്മാരാകുവാൻ, മറ്റുള്ളവരെ ധനവാന്മാരാക്കുവാൻ, സൽപ്രവർത്തികളിൽ സമ്പന്നരായി തീരുവാൻ. 4 കാര്യങ്ങൾ നമ്മൾ വാക്യങ്ങളിലൂടെ കടന്നുപോയി കണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, കർത്താവേ എന്നെ നീ ധനവാനാക്കണമേ. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. സർദീസിലെ സഭയോട് പറയുമ്പോൾ 3-ാം അധ്യായം, സർദീസ് അല്ല, 3-ാം അധ്യായത്തിൻ്റെ ലവോദിക്കക്കാരോട് 17-ാം വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും. ലവോദിക്കക്കാരോട് പറയുകയാണ്. അവർ സ്വയം പറയുന്നത് ഞങ്ങൾ ധനവാനാണ്. എന്നാൽ സ്മിർന സഭ അവർ സ്വയം പറയുന്നത് ഞങ്ങൾ ഒന്നുമില്ല. പക്ഷെ ദൈവം അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ധനവാൻ. ലവോദിക്കക്കാരെക്കുറിച്ച് അവർ സ്വയം പറയുന്നത് ഞങ്ങൾ ധനവാൻ. പക്ഷേ ദൈവം അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിനും, നിങ്ങൾ ദരിദ്രരും കുരുടരും നഗ്നരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ ദൈവവചനം കേൾക്കുമ്പോൾ, കർത്താവേ എന്നെ സ്മിർന സഭയിലെ ദൈവമക്കളെ പോലെ ആത്മീയ സമ്പന്നനായി തീരുവാനായിട്ട് നീ എന്നെ സഹായിക്കണം.
ഭൗതിക സാഹചര്യം എന്തായാലും കർത്താവെ നല്ല വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിക്കുന്നവരായി തീരുവാൻ നീ എന്നെ സഹായിക്കണം. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. സ്മർന്നാ സഭ ഉപദ്രവത്തിലൂടെ കടന്നുപോയി. സാത്താൻ്റെ വള്ളിക്കാരെന്ന് പറയുന്ന ആളുകൾ യഹൂദരെന്ന് ദൈവജനമെന്ന് പറഞ്ഞു വന്ന് അവരെ ഉപദ്രവിച്ചു, അവരെ പീഡിപ്പിച്ചു, അവർക്കെതിരെ ദൂഷണം പറയുവാനായിട്ടിടയായി തീർന്നു. അവരെ തടവിലാക്കി. അവരിൽ പലരും മാർട്ടിയേഴ്സായി, രക്തസാക്ഷികളായി മരിക്കുവാനായിട്ട് ഇടയായി. പക്ഷേ അവരവരുടെ ആത്മീയ സമ്പത്ത് വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് ലൈഫ് ഫെലോഷിപ്പിലെ ദൈവജനം ആത്മീയ സമ്പത്ത് വിട്ടുകളയാതെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ, വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ, ദൈവവിഷയമായി സമ്പന്നരാകുവാൻ, സൽപ്രവർത്തികളിൽ സമ്പന്നരാകുവാൻ, അതുപോലെ മറ്റുള്ളവരെ സമ്പന്നരാക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.